മൃഗസ്നേഹം ജീവിതമാക്കിയ കായിക താരം ഡോക്ടർ പുണ്യമൂർത്തി നടേശൻ പത്മശ്രീ ജേതാവ് 2026. തഞ്ചാവൂർ ജില്ലയിലെ വല്ലം എന്ന സുന്ദരമായ ഗ്രാമത്തിൽ 1960-ൽ ഒരു കർഷക കുടുംബത്തിൽ വളർന്ന ചെറുപ്പക്കാരൻ. കളികളായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആവേശം. അത്ലറ്റിക്സ്, ഹോക്കി എന്നിവയിൽ മികവ് തെളിയിച്ച ഒരു താരമായി ഉയരുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. തന്റെ കുടുംബത്തിൽ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന ആദ്യ വ്യക്തിയായിരുന്നു അദ്ദേഹം. മുത്തച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അവൻ. കോളേജ് പഠനത്തിനായി മുത്തച്ഛന്റെ അനുഗ്രഹം തേടി ഞാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കർഷകർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പഠിക്കൂ. അതാണ് എന്റെ ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായത്. അക്കാലത്ത് BSc അഗ്രികൾച്ചർ എന്ന പഠന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് അറിവുണ്ടായിരുന്നത്. വെറ്ററിനറി സയൻസ് എന്നൊരു മേഖലയെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്റെ സുഹൃത്തും സഹപാഠിയുമായ വീരപാണ്ഡ്യനാണ് എനിക്കത് പറഞ്ഞു തന്നത്. 70കളുടെ മധ്യത്തിൽ യുവാവായ പുണ്യമൂർത്തി മദ്രാസ് വെറ്ററിനറി കോളേജിലെത്തി. പഠന മികവിനു പുറമെ തുടർച്ചയായി 2 വർഷം കോളേജ് അത്ലറ്റിക്സ് ചാമ്പ്യനായും അദ്ദേഹം തിളങ്ങി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈറോഡിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവം അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഈറോഡിലെ യുവദമ്പതികൾ നടത്തി വന്ന കോഴി ഫാമിൽ ഞാൻ സന്ദർശനം നടത്തി. കോഴികൾ ആരോഗ്യമുള്ളവയായിരുന്നു, നന്നായി തീറ്റയും കഴിച്ചിരുന്നു. എന്നിട്ടും അവയ്ക്ക് മുട്ടയിടാൻ കഴിയില്ലായിരുന്നു. രേഖകൾ പരിശോധിച്ചപ്പോൾ പരാത രോഗങ്ങൾക്കെതിരെ ചെറുതിലെ അവയ്ക്ക് 10 ആഴ്ചകളോളം സൾഫോനാമൈഡ് നൽകിയിരുന്നതായി മനസ്സിലായി. ആ മരുന്നിന്റെ പ്രത്യാഘാതം അവയുടെ പ്രജനനശേഷിയെ ബാധിക്കുകയും മുട്ടയിടാൻ കഴിയാതാക്കുകയും ചെയ്തു. ഭാവിയിൽ ആന്റിബയോട്ടിക് ഫലപ്രദമാകണമെങ്കിൽ അവ വിവേകപൂർവ്വം ഉപയോഗിക്കുകയോ പകരമുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയോ വേണമെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. സസ്യങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കി മൃഗരോഗങ്ങളുടെ ചികിത്സയ്ക്കും പ്രതിരോധത്തിനുമായി ഡോക്ടർ പുണ്യമൂർത്തി ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പ്രകൃതിദത്ത ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മൃഗചികിത്സാ സമ്പ്രദായമായ എത്നോ വെറ്ററിനറി എന്ന ആശയം വികസിപ്പിച്ചത്. ക്ഷീര കർഷകർക്ക് മാസ്റ്റൈറ്റിസ് ഒരു ഗുരുതര രോഗമാണ്. 1 ടീസ്പൂൺ കറ്റാർവാഴയും 2 പിടി മഞ്ഞളും അല്പം ചുണ്ണാമ്പും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഉപയോഗിച്ച് മറ്റു മരുന്നുകളുടെ സഹായം ഇല്ലാതെ തന്നെ വിജയകരമായി ചികിത്സിക്കാം. പാരമ്പര്യ വൈദ്യത്തിന്റെ ഫലപ്രാപ്തി ഇതിലൂടെ വ്യക്തമാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചികിത്സാരീതികൾ ലക്ഷക്കണക്കിന് പശുക്കൾക്കും കർഷകർക്കും പ്രയോജനം നൽകി. മൃഗങ്ങളിൽ കാണപ്പെടുന്ന 34 രോഗങ്ങൾക്കായി ലളിതമായ 5 ചികിത്സാരീതികൾ അദ്ദേഹം വികസിപ്പിച്ചു. ഉത്തരവാദിത്വമുള്ള ഒരു മൃഗഡോക്ടർ എന്ന നിലയിൽ ആരോഗ്യകരമായ പാലും മുട്ടയും മാംസവും ഉറപ്പാക്കുന്നത് പോലെ തന്നെ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ ഗുണമേന്മയുള്ള ചാണകവും മൂത്രവും ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം. ആന്റിബയോട്ടിക് പരിരക്ഷയ്ക്കായുള്ള മാർഗമാണ് എത്തനോ വെറ്ററിനറി ചികിത്സ. ഡോക്ടർ പുണ്യമൂർത്തിയുടെ എല്ലാ കണ്ടെത്തലുകളും എല്ലാവർക്കും സൗജന്യമായി ലഭിക്കും. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ലക്ഷക്കണക്കിന് കർഷകർക്ക് വലിയ പ്രയോജനം നൽകി. ഞാൻ ഉള്ളിലൊരു സ്പോർട്സ്മാനാണ്, അതുകൊണ്ട് എന്റെ ജോലിയെ പൂർണ്ണമായും സ്നേഹിക്കുന്നു. ഡോക്ടർ പുണ്യമൂർത്തി നടേശൻ, പത്മശ്രീ 2026.